സംഗതി ബിഗ് ബോസിൻ്റെ സീസൺ 7 അവിടെ ചെന്നൈയിൽ അടച്ച മുറിയിൽ നടക്കുന്നുണ്ട്. അതിലും വലിയ ബിഗ് ബോസ് കളികളാണ് ഇവിടെ പുറത്ത് AMMA അസോസിയേഷനും പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഒക്കെ സിനിമാക്കാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ AMMA അസോസിയേഷനിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നുകിട്ട് സൈഡായി വരുമ്പോൾ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ദ മെയിൻ കണ്ടസ്റ്റൻറ്റ് അവരാണ് വിഷയങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ കുറച്ചധികം കാലമായിട്ട് വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. മമ്മൂക്ക വിളിച്ചു, കേസുമായി മുന്നോട്ട് പോകരുത് പറഞ്ഞു. ശേഷം കമ്മിറ്റ് ചെയ്ത സിനിമയിൽ നിന്ന് പിന്മാറി സാന്ദ്ര തോമസ്. അവർ കൊടുത്ത 2-3 ഇൻ്റർവ്യൂ, ഇഫ് ഐ എം നോട്ട് റോങ് 2 ഇൻ്റർവ്യൂവിൽ ഞാനത് ശ്രദ്ധിച്ചു, മൂന്നാമത്തെ ഒന്നും കൂടി എനിക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ടാലും 2-3 ഇൻ്റർവ്യൂവിലായിട്ട് ഈ മമ്മൂക്ക വിളിച്ച കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒക്കെ എപ്പോഴാണ് വരുന്നത്? കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മീറ്റിങ്ങിനിടയിൽ ഇവർ മറ്റേ ഡയസ് കയറുന്നു, അവിടുന്ന് 2 ആൾക്കാർ നീക്കുന്നു, അവരും ഇവരും തമ്മിൽ വാക്തർക്കം ഉണ്ടാകുന്നു, ചൂണ്ടിക്കാണിക്കുന്നു. ഒരു സിനിമാറ്റിക് സീൻ അവിടെ ഉണ്ടായതിനു ശേഷമാണ് ഈ ഇൻ്റർവ്യൂ പുറത്തു വരുന്നതും. ആ ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഈ മമ്മൂക്ക വിളിച്ച കാര്യമൊക്കെ പറയുന്നത്. ഓബ്വിയസ്ലി ആസ് എ പ്രേക്ഷകൻ ഞാനും മിസ്ലീഡ് ചെയ്യപ്പെട്ടു. ഞാനും വിചാരിച്ചെന്താ, ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ നോമിനേഷൻ സാന്ദ്ര കൊടുത്തത് അവർ തള്ളി, ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് സെറ്റിലാക്കാൻ വേണ്ടി മമ്മൂക്ക വിളിച്ചതാണോ? നമുക്കിതിനെ കുറിച്ചൊരു ക്ലൂ ഇല്ല. മമ്മൂക്ക എപ്പോഴാണ് വിളിച്ചതെന്ന് അറിയില്ല, ഒന്നുമില്ല. ഇവർ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ പേര് എനിക്ക് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സ് കഴിഞ്ഞ വീഡിയോൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോക്കാം, സാന്ദ്ര തോമസ് ഇഷ്യൂ ചെയ്യുന്നില്ലേ. കുറേ പേര് പേഴ്സണൽ ഇൻബോക്സിൽ വന്നിട്ട് നിനക്കെന്താ സാന്ദ്ര തോമസ് ഇഷ്യൂ ചെയ്തുകൂടെ, മമ്മൂക്ക ആയതുകൊണ്ട് നീ ഉണ്ടാതിരിക്കുകയാണ്, ലാലേട്ടനോ സുരേഷ് ഗോപിയാണെന്നുണ്ടെങ്കിൽ നീ പറയൂല, അങ്ങനെ കുറേ എണ്ണം. ബേസിക്കലി ഇതെന്താ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് അറിയണല്ലോടി, നമുക്ക് കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം, ഓക്കെ. അപ്പോൾ സാന്ദ്ര തോമസ് ഈ മമ്മൂക്ക വിളിച്ച വിഷയത്തിൽ ഓക്കെ ഇന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടി. ഇതുവരെ കുറേ പേര് എന്നോടും ഞാൻ അവരോടും സംസാരിച്ച സമയത്തൊക്കെ കുറേയധികം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ആദ്യം ഇവിടെ നോക്കാൻ പോകുന്നത് ആ വിഷയം തന്നെയാണ്. മമ്മൂക്ക സംസാരിച്ചു എന്ന് സാന്ദ്ര തോമസ് പറയുന്ന വിഷയം, ഓക്കെ. അതിലേക്ക് തന്നെ നമുക്ക് പോകണത്. അതിന് നമ്മൾ വൺ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ പോർഷനാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം കാണാം. ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന താരസംഘടനയുടെ ഒരു ഉപസംഘടന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇവരെല്ലാവരും താരങ്ങളുടെ കീഴിൽ പോയി സാഷ്ടാംഗം പ്രണാമം വെച്ച് കിടക്കുകയാണ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒരു താരത്തിന് ഡോറ് തുറന്നു കൊടുക്കാനും കസേര വലിച്ചിട്ട് കൊടുക്കാനും നിൽക്കുന്ന ആളാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ള ബാക്കി നിർമ്മാതാക്കളുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം അവിടെ വീട്ടുപണി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആണെന്ന് ആലോചിക്കണം. അപ്പം ബാക്കിയുള്ള സാധാരണ നിർമ്മാതാവായ ബാക്കി നിർമ്മാതാക്കൾക്ക് താരങ്ങളുടെ മുന്നിലുള്ള വില എന്താ? ഇതിൽ ഈ ഒരു പോർഷൻ ഞാൻ എടുത്ത് വെക്കാൻ തന്നെ കാരണം ആൻഡോ ജോസഫ് പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സാന്ദ്ര തോമസ് ഇതിൽ സംസാരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നടന്മാരുടെ വീട്ടിൽ വേലക്കാരനായിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുന്നവരാണ് ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന പലരും, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ടാഗിലിരിക്കുന്ന പലരും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നടന്മാർക്ക് വേണ്ടി വീട്ടുപണി എടുത്തു കൊടുക്കുക AMMA അസോസിയേഷൻ്റെ ജസ്റ്റ് ഒരു ബ്രാഞ്ച് പോലെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ മലയാളം സിനിമേൻ്റെ ഒരു സിറ്റുവേഷൻ എന്താ? പണ്ടത്തെ പോലെ പ്രൊഡ്യൂസേഴ്സിനോ ഡയറക്ടേഴ്സിനോ കിട്ടുന്നതിനേക്കാൾ താരമൂല്യത്തിലാണ് സിനിമ ഓടുന്നത്, അല്ലേ? താരമൂല്യം എന്ന് പറഞ്ഞ സാധനമുണ്ട്. വളരെ കുറച്ച് പേർക്കേ ഉള്ളവരത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫൈൻ. അപ്പം അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനാണ് മലയാള സിനിമയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ പല സിനിമാ നടന്മാരും ഫണ്ടിറക്കിയിട്ടാണ് പല പ്രൊഡ്യൂസേഴ്സും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പല പ്രൊഡക്ഷൻ ഹൗസുകൾ സ്വന്തമായിട്ട് സിനിമാ നടന്മാർക്ക് ഉണ്ട് താൻ. അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോ ഉള്ള സമയത്ത് സാന്ദ്ര തോമസ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്തായിരിക്കുക, ശരിയായിരിക്കുക. മനസ്സിലായല്ലോ? ഇതിൽ ഈ ആൻഡോ ജോസഫിൻ്റെ കാര്യം പറഞ്ഞോ, ഇഫ് ഐ എം നോട്ട് റോങ് ആൻഡോ ജോസഫ് 10-42 സിനിമ എടുത്ത് കാണും. അതിൽ തന്നെ ഒരു 3-4 സിനിമയായിരിക്കും മമ്മൂട്ടീനെ വെച്ചിട്ടുണ്ടാവും, ഫൈൻ. അതാണ് എൻ്റെ ഒരു അറിവ്. കൂടുതലുണ്ടോ കുറവുള്ളോ എന്നുള്ളതോ എനിക്കറിയില്ല. എൻ്റെ ഒരു ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആൻഡോ ജോസഫ് ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ സാന്ദ്ര തോമസ് ഇത് ആദ്യം പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ എന്തിനു ഈ പോർഷൻ പ്ലേ ചെയ്തു എന്നുള്ളത് ഇനിയുള്ള പോർഷൻസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പറയാവോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു, എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു.
അദ്ദേഹം എന്നോട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ, പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സാൻഡ്രയുടെ ഇഷ്ടം പോലെ, ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് കേൾക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള ഒരു വ്യൂവർ എന്താ വിചാരിക്കുക? സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നോമിനേഷൻ കൊടുത്ത് അവിടെ ഭയങ്കര സീനായ സമയത്ത് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായി. അങ്ങനത്തെയൊക്കെ സീനുകൾ നിൽക്കുന്ന സമയത്ത് മമ്മൂക്ക വിളിച്ചിട്ട് അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കേസും കൂട്ടൊന്നും ആയിട്ട് പോകണ്ട. സാന്ദ്ര തോമസ് എൻ്റെ അറിവിൽ 2 രീതിയിലാണ് മൂവ് ചെയ്തിട്ടുള്ള കേസും സാധനങ്ങളൊക്കെ ആയിട്ട്. ഒന്ന് ബട്ടൺ ഇഷ്യൂ, 2 ഈ പറഞ്ഞ നോമിനേഷൻ ഇഷ്യൂ. അപ്പോൾ ഇതിലേത് വിഷയത്തിലാണ് മമ്മൂക്ക ഇടപെട്ടതെന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇവിടെ ആരും കൊടുത്തിട്ടില്ല. സാന്ദ്ര തോമസ് കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ വിഷയം ഒരു കോൾ ചെയ്തു, ഇത്ര മിനിറ്റ് സംസാരിച്ചു, അപ്പോൾ സാന്ദ്ര തോമസ് തിരിച്ച് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ഇതുമ്പോൾ നിർത്തി. ഫൈൻ, കൺഫ്യൂഷൻ ഉണ്ടാവുമോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഫർദറായിട്ട് നമുക്ക് ബാക്കിയും കൂടി കേട്ടിട്ട് കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാം. മമ്മൂട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നാണ് ചിന്തിച്ചത്? എന്താ തോന്നിയത് സാന്ദ്രയ്ക്ക്? അതിൻ്റെ ഉത്തരം ഞാൻ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടുപണി എടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റാൻഡല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞതും അതാണ്, എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മോഹൻലാലിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ലാലേട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിച്ചിട്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. എൻ്റെ ഒപ്പം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. സാന്ദ്ര തോമസ് ഇവിടെ ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ആദ്യം പ്ലേ ചെയ്ത വീഡിയോൻ്റെ റെലവൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആൻഡോ ജോസഫിനെയാണ് പറയുന്നത്. അപ്പോൾ ആൻഡോ ജോസഫ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സംഘടനയിലാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ മമ്മൂട്ടി ഇടപെടുമല്ലോ. ഏത് ആൻഡോ ജോസഫ് മമ്മൂട്ടീൻ്റെ വീട്ടിലെ പണിക്കാരെന്നുള്ള നിലയ്ക്കാണ് ഇവിടെ സാന്ദ്ര തോമസ് പേര് പറയാത്ത കാര്യങ്ങൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മമ്മൂട്ടി വിളിച്ചിട്ട് അത് സെറ്റിൽ ചെയ്യാൻ, രമ്യമായി എല്ലാം പരിഹരിക്കുക എന്നുള്ള രീതിയിൽ അതിന് വിളിച്ചതായിരിക്കുമല്ലോ എന്നുള്ള സാധനം നാട്ടുകാരുടെ ഇടയിലേക്ക് മമ്മൂക്കാനെ കുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി ആ മനുഷ്യൻ അത്യാവശ്യം ഫിസിക്കൽ ഇഷ്യൂസ് കൂടെയൊക്കെ ഇങ്ങനെ പോയി ഒന്ന് റിക്കവറായി ഒന്ന് സെറ്റായി തിരിച്ചു വരുന്ന സമയം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഈ ഒരു സാധനം കൂടിയും കൊണ്ടുപോയിട്ട് പൊട്ടിക്കണം. ഇത് വിളിച്ചിട്ടുണ്ടാവാം, പക്ഷെ അങ്ങനെ ഒരു കോൾ ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് സാന്ദ്ര മാത്രമാണ് പറയുന്നത്. നമുക്ക് എവിടെയും പറഞ്ഞിട്ടില്ല, നമുക്ക് പറയുമെന്ന് നമുക്കറിയില്ല. സാന്ദ്ര പറഞ്ഞ വേർഷനാണ് നമ്മൾ കേട്ടത്. പക്ഷെ അത് ഏത് സിനാരിയോയിൽ എപ്പോൾ വിളിച്ചു എന്നുള്ളത് സാന്ദ്ര ക്ലിയർ ആക്കിയിട്ടില്ല. ഫൈൻ, നമ്മൾ അസ്യൂം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ഏത് കേസിൻ്റെ മുകളിലാണ് നമുക്ക് സാന്ദ്ര തന്നെ വിളിച്ചതെന്നുള്ളത്. അതിനുശേഷം ഇപ്പം സാന്ദ്ര പറഞ്ഞ കാര്യത്തിനിടയിൽ സാന്ദ്ര പിടിച്ചൊരു ലൈനുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരിക്കും സാന്ദ്ര എന്നുള്ളത്. കാരണം ഒരു സൈഡിൽ മമ്മൂക്ക വിളിച്ച കാര്യം പറയുന്നു, മറ്റേ സൈഡിൽ ലാലേട്ടൻ്റെ കൂടെ നിന്നവർ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരിത് വരുമല്ലോ. ഏത് മനസ്സിലായോ? കൃത്യമായിട്ട് ആളുകളെ വ്യൂവർഷിപ്പിന് യൂസ് ചെയ്യാനുള്ള ഒരു എലമെൻ്റാണത്. കാരണം മോഹൻലാൽ ഫാൻസ് എന്ത് ചെയ്യും? കൊട്ടിക്കേറി ആഘോഷിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാന്ദ്ര എവിടെയും ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തു പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ്റെ കൂടെ നിന്നവർ സ്റ്റാൻഡായിരിക്കുമോ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യന്? അയാൾക്ക് അയാളുടെ സ്റ്റാൻഡില്ലേ. പിന്നെ ഇൻഡസ്ട്രിയിൽ പരക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എല്ലാ ഇഷ്യൂവിലും അപ്ഫ്രണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുക മമ്മൂക്കയാണ് എന്നുള്ളത് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈവൻ ലാലേട്ടൻ തന്നെ ആ AMMൻ്റെ പ്രശ്നങ്ങൾ ഈ ഹേമ കമ്മിറ്റിയും വിഷയം വന്നപ്പോൾ ഇച്ചാക്ക മമ്മൂക്കാൻ്റെ അടുത്താണ് ആദ്യം പോയി ചോദിച്ചതും. ലാലേട്ടൻ എഴുതി ഇട്ടപ്പോൾ വരെ നമ്മൾ പറയുന്നുണ്ടായിരുന്നത് മമ്മൂക്ക എങ്ങാണ്ട് പറഞ്ഞു കൊടുത്താണോ എന്ന്. ഇൻഡസ്ട്രിക്കകത്ത് മേജറായിട്ടൊരു സീൻ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങേര് അതിൽ ഇടപെടാറുണ്ട്. ഓക്കെ, അതിൽ ആളുകൾ അങ്ങേര് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് ആ മനുഷ്യൻ്റെ വാക്കിനുള്ളൊരു വാല്യൂ, അല്ലെങ്കിൽ അദ്ദേഹം ഇടപെടുന്ന ഇഷ്യൂ അത്ര ക്ലിയർ ആണെന്ന് അദ്ദേഹത്തിന് കൂടി ബോധ്യമുള്ളത് കൊണ്ടായിരിക്കില്ലേ. മനസ്സിലായോ? അല്ലാതെ ആൻഡോ ജോസഫ് മമ്മൂട്ടീൻ്റെ ക്ലോസ് ആണ്, അതുകൊണ്ട് ആൻഡോ ജോസഫിനെതിരെ ഒന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി മമ്മൂട്ടി എന്ന് പറഞ്ഞ ആളെ എനിക്ക് ഫീൽ ആയിട്ടില്ല. ജെന്യൂൻ ആയിട്ടുള്ള റീസൺസിൽ ഇടപെട്ട് തീർക്കുന്ന ഒരാൾ.
പിന്നെ ലാലേട്ടൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല, ലാലേട്ടൻ്റെ ചുറ്റും, ലാലേട്ടൻ അങ്ങനെയാണ്, ലാലേട്ടനെ കുറിച്ച് പൊതുവേ പറഞ്ഞു കേൾക്കുന്ന, അങ്ങേരും ഇടപെട്ടില്ല, അങ്ങനെ ലൈൻ അതാണ്. പിന്നെ ബാക്കിയുള്ളവർ ഇടപെട്ടുകൊണ്ട് അത് ലാലേട്ടനൊരു പോസിറ്റീവ് സാധനം ഇടപെട്ട് തീർത്തു എന്നുള്ളത് അതൊക്കെ ഒരു വ്യൂവർഷിപ്പിന് വേണ്ടി ഇട്ട് കൊടുത്തൊരു സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഓക്കെ, ഇനി ഞാനിവിടെ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനു മുമ്പ് സാന്ദ്രയുടെ തന്നെ ഒരു പഴയ വീഡിയോ ഉണ്ട്. ഈ മമ്മൂക്ക സാന്ദ്രനെ വിളിക്കുമെന്ന് വല്ലതും ചോദിക്കാറുണ്ട്. സാന്ദ്രനെ എന്തിനു മമ്മൂക്ക വിളിക്കേണ്ട ആവശ്യം? അവർക്കൊരു അസുഖം വന്ന് ആ ടൈമിൽ മമ്മൂക്ക വിളിച്ച് സംസാരിച്ചതിനെ കുറിച്ച് സാന്ദ്ര പണ്ട് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. എടുത്തു പറയേണ്ട ഒരുപാട് സന്തോഷങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലുള്ള ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് അന്വേഷിക്കുകയും എങ്ങനെയുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒത്തിരി പേര് സിനിമയിലുള്ള. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മള് സിനിമ ഇൻഡസ്ട്രിയില് സ്ത്രീകൾക്ക് വേണ്ടി ഘോരഘോരം എല്ലാരും പ്രസംഗിക്കുന്നുണ്ട്. WCC ഉണ്ട്, മറ്റേ CC ഉണ്ട്, മറിച്ച CC ഉണ്ട്, എല്ലാ CC ഉണ്ട്. ഒരാഴ്ച ഞാനിവിടെ ICUവിൽ കിടന്നിട്ട് ഒരു സ്ത്രീ ജനം ഒരെണ്ണം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇതാണ് ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പം ഈ 3 പെൺപിള്ളേർ ഇവിടെ മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാ സംഘടനകളും ഇറങ്ങി കൊടിയും കുത്തി വരും. പക്ഷെ അതുവരെ ഇതൊരു പഴയ വീഡിയോ ആണ്. ഇതിൽ WCCയിൽ ആരും വിളിച്ചില്ല എന്നും പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ആളുകൾ വിളിച്ചു എന്നൊക്കെയാണ് സാന്ദ്ര തോമസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇത് ലിസ്റ്റിൻ സ്റ്റീഫൻ കുത്തിപ്പൊക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ആ സൈഡിൽ അങ്ങനെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലിസ്റ്റിൻ സ്റ്റീഫൻ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ സാന്ദ്ര തോമസിന് ഇനി അതിൽ കൂട്ടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും ഇതിൽ പറയുന്നത് എന്താ, മമ്മൂക്ക വിളിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പം മമ്മൂക്ക വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സാന്ദ്ര തോമസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സാന്ദ്ര തോമസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കാണുമ്പോൾ, അവർ പോകുന്നൊരു ഫേസ് കാണുമ്പോൾ അങ്ങനെ തീർക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം വിളിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഫൈൻ, എനിക്കതാണ് ഇത്രയും ദിവസത്തെ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് പിടികിട്ടിയത്. ഞാൻ അതിൻ്റെ കോൾ ഡീറ്റെയിൽസോ കാര്യങ്ങളോ മമ്മൂക്കയും കൂടി പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ മമ്മൂക്ക പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പോണില്ല, വേറെ കാര്യം, അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി മമ്മൂക്ക എന്തിനു വിളിച്ചു, അങ്ങനെ സംഗതിയില്ല. ഏത് കേസിൻ്റെ മുകളിൽ വിളിച്ചു, ആദ്യം ഉണ്ടായ കേസിലാണോ ഇപ്പം ഉണ്ടായ നോമിനേഷൻ്റെ കേസിൻ്റെ മുകളിലാണോ എന്നുള്ള സംശയം ഉണ്ടാവില്ല. അതൊന്ന് സാന്ദ്രൻ്റെ വായ തന്നെ പുറത്തു വന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. ലിസ്റ്റിനാണ് ആവശ്യമില്ലാതെ ഇപ്പം മമ്മൂക്കയുടെ പേര് അതിലേക്ക് വലിച്ചഴച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല വ്യക്തതയോടും നല്ല ബോധ്യത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ അടുത്ത് മമ്മൂക്കയും ലാലേട്ടനും ഇതിനകത്ത് പ്രതികരിച്ചിരുന്നോ എന്ന് ചോദിച്ചെടുത്ത് ഞാൻ അവിടെ കള്ളം പറഞ്ഞില്ല, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. അത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഈ പ്രശ്നം, അതായത് എനിക്ക് ഇപ്പൊ പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോകരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട്. അതല്ല അതിന്റെ വാസ്തവം. അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ SIT കേസെടുത്ത് 4 പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട്. അതിന്റെ പേരിലാണ് കേസുമായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വിളിച്ചത്. മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ആൻഡോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല. അപ്പോഴാണ് അവർ മമ്മൂക്കയെ സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും. പക്ഷെ എനിക്കിങ്ങനൊരു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു, ഇനി സാൻഡ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇത് പിന്നീട് നിങ്ങൾ അന്നത്തെ ഒരു ഇതിന് ശേഷം പല മാധ്യമപ്രവർത്തകരും എന്നോട് വന്ന് ചോദിച്ചപ്പോഴെല്ലാം ഞാൻ ഇനി അതിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ലിസ്റ്റിൽ തന്നെ അത് വലിച്ചഴിച്ചിട്ടത് കൊണ്ടാണ്. മാത്രമല്ല ഇപ്പം ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുമുണ്ട്. സാന്ദ്ര ഇപ്പോഴാണ്, അതായത് ആ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നടന്ന ഒരു സാധനം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടലും അവിടെ കയറിപ്പോക്കും ഒച്ചയും വിളിയും സംഗതികളൊക്കെ നടന്നതിന് ശേഷം ഇൻ്റർവ്യൂവും കൊടുത്ത് മമ്മൂക്കാൻ്റെ കോളിൻ്റെ കാര്യവും പറഞ്ഞതിന് ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ്. അതിനിടയിൽ ഈ മമ്മൂക്ക എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ഏതൊക്കെ പേജിൽ എന്തൊക്കെ ഫാൻ ഫൈറ്റോ എന്ത് പരിപാടി ആയിക്കോട്ടെ, പക്ഷെ എന്നാലും എന്തൊക്കെ രീതിയിൽ ട്രോളും സാധനങ്ങളും പേജുകളിൽ എന്തൊക്കെ ഒരു സാധനം മോശമായിട്ട് വന്നു, കമൻറ്റ് ബോക്സിൽ എന്തൊക്കെ വന്നു. ഇപ്പോഴാണ് സാന്ദ്ര തോമസ് വിളിച്ചിട്ട് പറയുന്നത് എന്ത് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ആ പറഞ്ഞ സംഗതി എന്താ, SITയിലേക്ക് ആദ്യം പോകുന്ന സാന്ദ്ര തോമസ് കൊടുത്ത കേസ്.
ആ ഇൻസിഡൻറ്റ് ഉണ്ടായതും അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റും എന്താന്നുള്ള നറേഷൻ ആരും മറന്നിട്ടില്ലല്ലോ. ആ ഇൻസിഡൻറ്റിലേക്ക് നമുക്ക് പോവാം. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ മമ്മൂക്ക ഇടപെട്ടത് ഈ നോമിനേഷൻ്റെ സീനല്ല. അന്ന് ആ കേസ് SITയിലേക്ക് പോവുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഉണ്ടായ ബട്ടൺ കേസിൻ്റെ മുകളിലാണ് മമ്മൂക്ക വിളിച്ചതും. അതും വളരെ വ്യക്തമായിട്ട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ഓക്കെ നിനക്കത് ഹേർട്ടായോ ആണല്ലോ ഇപ്പോൾ അവർ പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള സംഗതിയിൽ നിനക്ക് ഹേർട്ടായിരുന്നു, നീ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ വെക്കുകയും ചെയ്തു. ഇനി അത് വിളിക്കാനുണ്ടായ ഒരു കാരണവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗതി എന്തായിരിക്കാം എന്നുള്ളത് എനിക്ക് തോന്നുന്നൊരു വേർഷൻ ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫൈൻ. ഇവരിതിനിടയിൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴൊക്കെ പറയുന്നുണ്ട് മമ്മൂക്ക സിനിമയിൽ നിന്ന് മാറി, മമ്മൂക്ക കമ്മിറ്റ് ചെയ്ത, എൻ്റെ അറിവിൽ മമ്മൂക്ക സാന്ദ്ര തോമസിനായിട്ട് കമ്മിറ്റ് ചെയ്ത സിനിമ എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. സാന്ദ്ര തോമസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? മമ്മൂക്ക ഡിക്ലെയർ ചെയ്ത് ഒരു സിനിമ ഒരാൾ കമ്മിറ്റ് ചെയ്താൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അതും ലാലേട്ടൻ മമ്മൂട്ടൊക്കെ ആണെങ്കിൽ എങ്ങനെ പോലും നമുക്കറിയാം. അപ്പോൾ ലാലേട്ടൻ്റെ ഏതൊക്കെ സിനിമകൾ ഷൂട്ട് നടക്കുന്നു, മമ്മൂക്കാൻ്റെ ഏതൊക്കെ സിനിമകൾ ഷൂട്ട് നടക്കുന്നു, അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണെന്നടക്കം നമുക്കറിയുന്നൊരു സിറ്റുവേഷനാണ് അല്ലേ. ബാക്കിയുള്ള നടന്മാരൊക്കെ നിങ്ങൾ മലയാളത്തിൽ വിട്ട്, മമ്മൂക്കാൻ്റെ ലാലേട്ടൻ്റെയും കേസൊക്കെ നമുക്കറിയാം. സാന്ദ്ര തോമസുമായിട്ടുള്ള സിനിമ ഏത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ആർക്കും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഓക്കെ, അത് സാന്ദ്ര പറയുന്നത് വരെ ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെ സിനിമ കമ്മിറ്റ് ചെയ്തു എന്നുള്ളത്. ഇനി രനീഷൻ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞുള്ള വ്യക്തി ഫേസ്ബുക്കിലുള്ളൊരു പോസ്റ്റ്. ഡിയർ സാന്ദ്ര, ഫസ്റ്റ് ഓഫ് ഓൾ heartfelt congratulations to you for standing up against the patriarchal system and courageously voicing our rights. Okay, I truly admire your fearless attitude, not just for yourself but also for your colleagues and the larger good of the film industry. Your active stance makes you more than deserving to contest in the association election. Please know that we are with you in the fight. Okay, അപ്പോൾ അത് അവർ ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ പറയുന്നത്, that said, after watching your recent interview, we would like to seek some clarifications. We feel that some of the points raised are deviating from the actual issue and the core cause you have been fighting for. This shift in focus may not be helpful to your stand either, and it has left us unclear about your current intentions. We would appreciate your response to the following questions. ഈ വ്യക്തി സാന്ദ്രയോട് ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് സാന്ദ്ര തോമസ് എവിടെയാണ് തുടങ്ങി, അവർക്കുണ്ടായ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഉണ്ടായ ഒരു ദുരനുഭവം, പിന്നെ അതിൽ നിന്ന് തുടങ്ങി എസ്കലേറ്റായി മെല്ലെ മെല്ലെ അവരെന്തായി, ഈ പറഞ്ഞ ഇവർ പൈസ മുക്കലാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ സ്ത്രീകൾ അടിച്ചമർത്തലാണ്, അങ്ങനത്തെ സാധനങ്ങളായി. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ റീസെൻ്റ് കണ്ട പർദ്ദ, അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയിട്ടുള്ള നോമിനേഷൻ കൊടുത്തപ്പോൾ അത് റിജക്റ്റ് ചെയ്ത അങ്ങനെ കുറേ സാധനങ്ങൾ, ഇൻ്റർവ്യൂസ്, കുറേ അലിഗേഷൻസ്, ഇങ്ങനെ പോവാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു കോർ ഇഷ്യൂ എന്താണെന്നുള്ളത് സാന്ദ്രേൻ്റെ സംഗതി ഇപ്പോഴും ആളുകൾക്ക് വ്യക്തമാവില്ല. ആളുകൾക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇത് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അവരൊക്കെ വിചാരിച്ചത് സ്ത്രീകൾ അടിച്ചമർത്തിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഈ ഒരു സംഗതി ആയിരിക്കാം, ഈ ഒരു ലൈൻ ആയിരിക്കാം സൊസൈറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ മമ്മൂക്കാൻ്റെ സാധനം കയറിയിടുന്നത്. ആ എൻറ്റയർ പ്ലോട്ടിൽ നിന്ന് ഷിഫ്റ്റായിട്ട് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ചിട്ട് സംഗതികളൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കാൻ മമ്മൂക്ക വിളിച്ചു. എന്നിട്ട് മമ്മൂക്ക എന്ത് ചെയ്തു, അത് സാന്ദ്ര റെഡി അല്ലാത്തതുകൊണ്ട് മമ്മൂക്ക സിനിമ ഡ്രോപ്പ് ചെയ്തു. ഈ ഒരു വേർഷൻ എനിക്കിത് മാറിപ്പോവുകയും ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും, ഫോക്കസ് ഷിഫ്റ്റ് ആവും എൻറ്റയർ സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ 7 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വെൻ എക്സാക്ട്ലി ഡിഡ് മമ്മൂക്ക കോൾ യു, എപ്പോഴാണ് മമ്മൂക്ക വിളിച്ചത്? ഇതന്നെയായിരുന്നു എനിക്കും സംശയം. ഇവർ ഈ ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക വിളിച്ചു എന്ന് പറയുമ്പോൾ ഏത് ഇഷ്യൂവിനുമുള്ള വിളിച്ചതെന്ന് അറിയില്ലോ. ഇന്ന് വന്നിട്ടാണ് പറയുന്നത് ഇത് SITൻ്റെ സീൻ്റെ മുകളിലാണ് വിളിച്ചതെന്നുള്ളത്. In that conversation, was he referring to your current case filed in connection with the elections or your early case against the association? കൃത്യമായ ചോദ്യം. ഇന്ന് അതിനുള്ള ഉത്തരം അവർ കൊടുത്തിട്ടുണ്ട്. ഏർലി കേസ് എഗെയിൻസ്റ്റ് ദി അസോസിയേഷൻ ആണ്. വാട്ട് സജഷൻസ് ഡിഡ് ഹി ഓഫർ റിഗാർഡിങ് ദ കേസ്? അതവർ പറഞ്ഞിട്ടില്ല. ഒരു സജഷൻ കൊടുത്തതായിട്ടോ ഒന്നായിട്ടോ, ഓക്കെ കേസ് ഇതാണ്, സ്ത്രീത്വം അപമാനിച്ചു എന്നുള്ള സംഗതിയാണ്, ഓക്കെ നീ നിൻ്റെ വഴിക്ക് നീ ഫൈറ്റ് ചെയ്യ്, അങ്ങനത്തെ ഒരു വേർഷൻ പറഞ്ഞു വെച്ചു. ഒരു ഗുഡ് നോട്ട് എന്നുള്ളത് നമുക്ക് സാന്ദ്ര പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, നമുക്ക് പറഞ്ഞ വാക്കുകളല്ല, സാന്ദ്ര പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ കാര്യമാണത്. വിച്ച് പ്രൊജക്ട് ഡിഡ് ഹി അഗ്രി ടു ഡു വിത്ത് യു? വലിയൊരു ക്വസ്റ്റ്യനാണ്. സാന്ദ്ര ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അത് ഏതാ പ്രൊജക്റ്റ് എന്നുള്ളത്. അത് ഏതാ പ്രൊജക്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എവിടെയും സാന്ദ്ര പറയുന്നില്ല. ഹാസ് ദാറ്റ് പ്രൊജക്ട് ബീൻ ഡ്രോപ്ഡ് ഓർ വാസ് ഇറ്റ് ഷിഫ്റ്റഡ് ടു എ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ഹൗസ്? അടുത്ത മേജർ ക്വസ്റ്റ്യൻ ആണത്.
സാന്ദ്ര തോമസ് അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്ഷൻ ഹൗസ് ആ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തോ, അതോ അത് ഡ്രോപ്പായോ? മമ്മൂക്ക അത് ഒഴിവാക്കി, മമ്മൂക്ക ചെയ്യുന്നില്ല. മമ്മൂക്ക ചെയ്യണം, മമ്മൂക്ക അത് കമ്മിറ്റ് ചെയ്യേണ്ടവരാണ്. കമ്മിറ്റ് ചെയ്താൽ നമ്മൾ അറിയുമല്ലോ. കമ്മിറ്റ് ചെയ്താൽ എന്താണെങ്കിലും ഓബിയസ്ലി ഇൻഡസ്ട്രി അറിയും, ഫാൻസ് അറിയും. അപ്പോൾ ഇത് ഡ്രോപ്പായ പ്രൊജക്റ്റാണോ, ഇത് ഡിഫറെൻറ്റ് പ്രൊഡക്ഷനിൽ പോയ പ്രൊജക്റ്റാണോ, പ്രൊജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. വെൻ ഡിഡ് ഹി കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഡിസിഷൻ നോട്ട് ടു പ്രൊസീഡ് വിത്ത് ദ പ്രൊജക്റ്റ്? ബിഫോർ ദ കോൾ, ഡ്യൂറിങ് ദ കോൾ ഓർ ആഫ്റ്റർ വേർഡ്സ്? കൃത്യമായ ചോദ്യം. ആ കോളിൽ എവിടെയെങ്കിലും ഇനി ഞാൻ സാന്ദ്രയായിട്ട് സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞോ? കോൾ കട്ട് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും പറഞ്ഞോ? അതോ കോൾ ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും വഴി സിനിമ ഇനി ചെയ്യണ്ട, ഇല്ലെങ്കിൽ സാന്ദ്രയുടെ സിനിമയിൽ ഇല്ല എന്ന് നമുക്ക് എവിടെയെങ്കിലും അറിയിച്ചോ? അതിനെക്കുറിച്ചൊന്നും സാന്ദ്ര പറയുന്നില്ല. ജസ്റ്റ് ഒരു കോള് വന്നു, ഇന്ന കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ പറയുന്നു അത് SIT പോകുന്ന കേസിനെ കുറിച്ചായിരുന്നു, അത് പ്രൊസീഡ് ചെയ്യാൻ മമ്മൂക്ക പറഞ്ഞു. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക സിനിമ ഡ്രോപ്പ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ മമ്മൂക്കാടെ മുകളിൽ ഇവരുടെ പ്രഷർ, അല്ലെങ്കിൽ മമ്മൂക്കാടെ അടുത്ത് നിൽക്കുന്ന ആളുകളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ മമ്മൂക്ക അതിന് ഇവരുടെ സിനിമയുടെ ഉപേക്ഷിച്ചു എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വരികയാണ്. ഇനി അടുത്തത്, ഡിഡ് യു റിസീവ് എനി creative or professional feedback from the writer or director regarding the script of that project? മെയിൻ ക്വസ്റ്റ്യൻ. അതിനുത്തരം സാന്ദ്ര തന്നെ പറയണം. മനസ്സിലായല്ലോ? സാന്ദ്ര ചെയ്യാൻ വെച്ച പ്രൊജക്റ്റിൻ്റെ ക്രിയേറ്റീവ് ഓർ പ്രൊഫഷണൽ ഫീഡ്ബാക്ക് ഫ്രം ദ ഡയറക്ടർ ഓർ റൈറ്റർ. മനസ്സിലായില്ലേ? അത് സാന്ദ്ര പറഞ്ഞേ പറ്റൂ. ആ ഒരു ക്വസ്റ്റ്യന് ഏതെങ്കിലും രീതിയിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരാളൊരു പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം പോയിട്ട് ഇതിൻ്റെ ഡയറക്ടറോ ഇതിൻ്റെ റൈറ്ററോ കഥ നറേറ്റ് ചെയ്യണമല്ലോ മമ്മൂക്കാടെ അടുത്ത്. കഥ കേൾക്കാതെ ആരും ഒരു സിനിമ റിജക്റ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെയൊക്കെ റിജക്റ്റ് ചെയ്താൽ സാന്ദ്ര പറയുന്നതിൽ ഓക്കെ. കഥ കേട്ടിട്ടുണ്ടോ മമ്മൂക്ക? എന്തുകൊണ്ടാണ് ഇങ്ങനെ റിജക്ഷൻ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു? അതിനൊരു ക്ലാരിറ്റി കൊടുക്കണ്ടേ? വി ആർ ഓൺലി ആസ്കിങ് ദ ക്വസ്റ്റ്യൻ ടു എൻഷുർ ക്ലാരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ എ മൊമെൻറ്റ് വേർ ദി stakes are high for all of us. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായ 7 ക്വസ്റ്റ്യൻസാണ് ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുള്ളത്. സാന്ദ്ര തോമസ് ഇതിന് ഉത്തരം പറയും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്താണെങ്കിലും അത് ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു സീൻ ഞാൻ പറയാം. അടുത്ത സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാന്ദ്ര തോമസ് ഇപ്പോൾ ഈ മമ്മൂക്ക സീൻ ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായല്ലോ. മമ്മൂക്ക എന്ത് കേസിനാണ് വിളിച്ചതെന്നും അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഡ്രോപ്പ് ചെയ്ത പ്രൊജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി സാന്ദ്ര തന്നെ പറയുന്നില്ല. ഏതായി ഡ്രോപ്പ് ചെയ്ത പ്രൊജക്റ്റ് എന്നും SIT കേസിനാണ് വിളിച്ചത്. ഇനി പറയാനുള്ളത്, സാന്ദ്ര തോമസ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് ബേസിക്കലി എൻ്റെ അറിവിലൊരു ചാരിറ്റി വെൽഫെയർ പോകുന്ന പോലത്തെ ഒരു സംഘടനയാണ്. അവിടെ ഒരു ബിസിനസ് വെച്ച് ചെയ്തൊരു വേറെ MNC കമ്പനി പോലത്തെ സെറ്റപ്പിക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കിയിട്ടൊന്നും അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഇവർ കുറേ ആളുകൾ ചേർന്നിട്ട് അവിടെ ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനി വഴി ഇവർ കുറേ പൈസ പരിപാടികൾ തിരിമറി നടത്തി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി സാന്ദ്ര തോമസ് റെഫർ ചെയ്യുന്നത് പ്രൊഡ്യൂസർ ഡിജിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്, PDC, കണ്ടൻറ്റ് മാസ്റ്ററിങ് എന്നാണ് ആ സാധനത്തിന് പേരുള്ളത്. കണ്ടൻറ്റ് മാസ്റ്ററിങ് ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UFO ക്യൂബ് അറിയാലോ. അപ്പോൾ സിനിമ എങ്ങനെയാണ് തിയേറ്ററിലേക്ക് ഡെലിവർ ആവണമെന്നുള്ളത്. ഇങ്ങനെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഓരോ തിയേറ്ററിൽ നിന്നും ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ ഒരാഴ്ചത്തേക്ക് വാങ്ങുന്ന പൈസ ഉണ്ട്. ഒരാഴ്ച ഒരു തിയേറ്ററിൽ ഒരു സിനിമ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വേറെ കുറേ പൈസകൾ അവിടെ ചിലവാക്കണം. അതിൻ്റെയൊക്കെ പുറമെ UFOയും ക്യൂബും ഒക്കെ ഇവരുടെ സിസ്റ്റം അവിടെ ഉള്ളതുകൊണ്ട്, സിനിമ അവിടെ ഇവർ ത്രൂ വരുന്നത് കൊണ്ടും 10,000 രൂപ 14,000 രൂപ പ്ലസ് GST ചാർജുകൾ കൊടുത്താലേ ഒരാഴ്ച ഒരാൾക്കൊരു തിയേറ്ററിൽ ഒരു സിനിമ നിർത്താൻ പറ്റുള്ളൂ. അതായത് കണ്ടിന്യൂസ് ഓടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതൊരു ഹെവി പൈസയാണ്. ചില ചെറിയ സിനിമകൾക്ക്, ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾക്ക്, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കളക്ഷൻ കുറവായിട്ടുള്ള സിനിമകൾക്കൊക്കെ പ്രൊഡ്യൂസറിൻ്റെ തലയിൽ പിന്നെയും ബേർഡനാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സിനിമ ഒരു 10 തിയേറ്ററിൽ നിർത്തണമെങ്കിൽ ഒരാഴ്ച 14,000 10,000 ക്യൂബിനും അല്ലെങ്കിൽ UFOക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ 2-3 ആഴ്ച ഒരു 10 തിയേറ്ററിൽ നിർത്തണമെങ്കിൽ എത്ര രൂപ ഒരു പ്രൊഡ്യൂസർക്ക് വീണ്ടും ചിലവുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ സാഹചര്യം വന്ന സമയത്ത് ഇവർ ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. കണ്ടൻറ്റ് മാസ്റ്ററിങ് ഉള്ള ആ ഒരു പരിപാടി തുടങ്ങി വെച്ചു. ഇത്
ഒരു സിനിമ മാസ്റ്റർ ചെയ്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടി ആണ് ഈ സംഗതി ഇവരുണ്ടാക്കിയത്. അത് സെൽഫായിട്ട് കേരളത്തിലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊണ്ടുവന്ന മെഷീനും പരിപാടികളും. അത് ഓൾമോസ്റ്റ് ഒരു 100 അതിൽ പ്ലസ് തിയേറ്ററുകളിൽ അവരത് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ വഴി ചെയ്യാൻ പറ്റില്ല. കാരണം സംഘടന, ചാരിറ്റി, മറ്റേ പരിപാടികൾ, അങ്ങനെ വെൽഫെയർ അങ്ങനെ പോണ സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഒരു കമ്പനി പോലെ ആക്കിയിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തൊരു പരിപാടിയാണ്. ഈ പരിപാടി ചെയ്തതോട് കൂടിയിട്ട് ഈ ക്യൂബിനും UFOയിലും ഒക്കെ ഒരാഴ്ച സിനിമ നിർത്താൻ വേണ്ടിയിട്ട് ഇവർ ഈ കൊടുക്കുന്ന സർവീസ് ചാർജ് ഉണ്ട്. ആ സംഗതികൾ കുറഞ്ഞിട്ട് എന്തായി, ആ പൈസ തന്നെ 3500 പ്ലസ് GST, 5000 രൂപ പ്ലസ് GST ആ രീതിയിലേക്ക് മാറി. അപ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് എത്ര ബേർഡൻ കുറഞ്ഞു നിങ്ങൾ ആലോചിച്ചു. നേരെ പകുതിയെ. മനസ്സിലായോ? ഞാൻ ഈ പരിപാടി കേരളത്തിലെ പ്രൊഡ്യൂസർ അസോസിയേഷനാണ് എന്ത് ചെയ്തത്, കംപ്ലീറ്റ്ലി ഈ സംഗതികൾ ചെയ്തത് ആദ്യമായിട്ട് ഇന്ത്യയിൽ. അങ്ങനെയാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ ഇത് ബാക്കി സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ കർണാടകയും തമിഴ്നാടും അടക്കമുള്ള പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആളുകളൊക്കെ ഇത് വന്ന് പഠിച്ച് ഇങ്ങനൊരു സംഗതി ചെയ്താലോ എന്നുള്ളൊരു സംഗതി ഇപ്പോൾ അതിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ വന്നു പോകുന്ന പൈസയും അങ്ങനെയുള്ളൊരു കമ്പനീനെ കുറിച്ചും ആ ഒരു പരിപാടിനെ കുറിച്ചിട്ടായിരിക്കണം ഇവിടെ സാന്ദ്ര തോമസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഓഡിറ്റ് കാണുമല്ലോ, അതിനൊരു ജനറൽ ബോഡിയും വാർഷികം മറ്റേ വർഷാവർഷം കൂടിയിട്ട് അവരെന്ത് ചെയ്യും, അതിൻ്റെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ആ അസോസിയേഷനിലുള്ള ആളുകളെയും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പ്രൊജക്റ്റ് ഉണ്ടാക്കിയ ആളുകളുടെ ഇടയിൽ ഇനി അസോസിയേഷനിലല്ലേ അവരതിൻ്റെ പൈസേൻ്റെ കണക്കും കാര്യങ്ങളും വെക്കില്ലേ. ആനുവൽ ബോഡി, ജനറൽ ബോഡി കൂടി വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് കളവോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം സാന്ദ്രയ്ക്ക് എന്ത് ചെയ്യാം, ആ സാധനങ്ങൾ പൊതുജനങ്ങളോട് പറയാം, ചൂണ്ടിക്കാണിക്കാം. എൻ്റെ അറിവിൽ ഈ സീനാവാനേ സാധ്യതയുള്ളൂ. ഈ സെപ്പറേറ്റ് കമ്പനി പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ടാക്കി എന്നിട്ട് അവർ വൻ രീതിയിലുള്ള പണം തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കാം. ലിസ്റ്റിനെതിരെ പറയുന്ന വട്ടിപ്പലിശ സീനുകൾ വേറെ. ഓക്കെ, അത് ഞാൻ തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോനകത്ത്. അതെന്താണ് RB ചൗധരി, ലിസ്റ്റിൻ സീഫർ, അത് വേറെ സ്കീമാണ്. ഇനി മെയിനായിട്ട് പറയുന്നത് ഇതിലെ ലാഭവും നഷ്ടവും കണക്കുകളുണ്ടാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്യൂബിനെയും അല്ലെങ്കിൽ UFOൻ്റെയും ഹെവി ലോഡ് പൈസകൾ റീപ്ലേസ് ചെയ്യാൻ അവർ കൊണ്ടുവന്ന ഈ പുതിയ ഐറ്റംസ്, ഈ കമ്പനി ഈ പറഞ്ഞ കണ്ടൻറ് മാസ്റ്ററിങ്ങിൻ്റെ അവരുടേതായിട്ടുള്ള വേർഷൻ, അതിൻ്റെ എങ്ങനെ പോയാലും അതിൻ്റെ എന്താ പറയുക ഒരു ലാഭനഷ്ട കണക്കുകൾ അവിടെ കാണുമല്ലോ. അത് സാന്ദ്ര വേണമെങ്കിൽ എടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നാട്ടുകാരെ നമ്മളോട് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്ത് തട്ടിപ്പാണ് നടന്നത്. അത് നമ്മളെ കൊണ്ട് എന്തായാലും നടക്കില്ല. എന്തായാലും ഇത്ര പറഞ്ഞ സാന്ദ്ര അത് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ SITയിലേക്ക് കേസ് പോകുന്നത് അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് മമ്മൂക്ക വിളിച്ചത് അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ കേസിൻ്റെ ഒരു കോർ എലമെൻറ്റ്, ഇപ്പം മമ്മൂക്ക ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചൊരു കേസ്, ഒരു സ്ത്രീക്ക് ഹരാസ്മെൻറ്റ് നേരിട്ടൊരു സിറ്റുവേഷനിൽ മമ്മൂക്കയെ പോലുള്ള ഒരാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിനെ വിളിക്കൂ അല്ലേ, സപ്പോർട്ട് ചെയ്യാൻ, അതായത് നിൻ്റെ കൂടെ ഞാനുണ്ട്, ഇൻഡസ്ട്രി ഉണ്ടെന്ന് പറയാൻ അങ്ങനെ വിളിക്കൂ. അങ്ങനത്തെ മനുഷ്യനാണ്. പക്ഷേ ഇതെന്താ സാന്ദ്ര പറഞ്ഞു വെച്ചേ, ഇപ്പോൾ പറഞ്ഞത് ആ കേസിനാണ്, SITയിൽ പോയ കേസിനാണെന്നാണ് പറഞ്ഞത്, ബട്ടൺ കേസിന്. എന്നിട്ട് ആ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ബിക്കോസ് ഞാനും ആ കേസിന് മുമ്പ് പറഞ്ഞ സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് ചോദിച്ച സമയത്തും ഇതിനകത്ത് വിഷയം എന്താ അറിയോ, ഇവർ ഈ ബട്ടൺ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവർക്ക് മെസ്സേജ് അയക്കുകയാണ് ഫോണിൽ, ബട്ടൺ ശരിക്കിടണം. അതിൽ ആര് നോക്കി എങ്ങനെ നോക്കി കളിയാക്കി എന്നുള്ള സ്കീമൊന്നുമില്ല, ബട്ടൺ ശരിക്കിടണം എന്ന് പറയുന്നു. ഇതിവർ കാണുന്നു, ബാക്കിയുള്ളവർ ഇവർ നോക്കി ചിരിക്കുന്നവർ കാണുന്നു, ഇവർ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഇതാണ് ഇതിലെ കോർ. ഒരു സ്ത്രീക്ക് ഒഫൻഡഡ് ആവാം, സ്ത്രീക്ക് പ്രശ്നങ്ങൾ വരാം. ഓക്കെ, പലരുടെയും കണ്ണും ചിരിയും നോട്ടമൊക്കെ അവർക്ക് ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് തോന്നി അവർക്കത് ഒരു എന്താ പറയുക കംഫർട്ടബിൾ സ്പേസ് അല്ലേ, അവർക്ക് നീച്ചു പോകാം, അല്ലെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം, പ്രതികരിക്കാം, എന്ത് വേണേ അവർക്ക് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ്ലി അത് അവരുടെ ഇഷ്ടമാണ്. അതിന് എത്ര കഴിഞ്ഞും കേസ് കൊടുക്കാം. ഇപ്പോൾ സാന്ദ്ര കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, അങ്ങനെ കൊടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. നിയമം അതിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ത്രീ സംരക്ഷണം, വുമൺ എംപവർമെൻറ്റ്, പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ കേസ് എത്തിയിരിക്കുക എങ്ങനെയാണ്, ഇങ്ങനെയാവും എത്തിയിട്ടുണ്ടാവുക. സാന്ദ്ര തോമസ് അവിടെ വന്നു, ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, ആ മെസ്സേജ് എടുത്തു നോക്കി. അതിനുശേഷം സാന്ദ്ര തോമസ് അവിടുന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ പേര് നോക്കി ചിരിക്കുന്നു, കളിയാക്കുന്നു എന്നുള്ള സ്കീം കണ്ടു. അത് ഇതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിച്ചു ബട്ടൺ പ്രശ്നം. അവർ ഭയങ്കര ഒഫൻഡഡായി, അവർ പോയി കേസ് കൊടുത്തു. ഇതായിരിക്കും മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുള്ള വേർഷൻ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മമ്മൂക്ക വിളിച്ചിട്ട് കാര്യം എന്താ, എങ്ങനെ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗ്രാവിറ്റി, അത് അറിഞ്ഞ സമയത്ത് ആ മനുഷ്യൻ എന്ത് ചെയ്തു, ഓക്കെ ഞാൻ നിങ്ങളെ ഭാഗത്താണ്, മമ്മൂട്ടി വിളിച്ചതിലൊരു തെറ്റുമില്ല എന്ന് സാന്ദ്ര തോമസ് എന്ന് പറയുന്നു. മമ്മൂട്ടി വെക്കാൻ നേരത്ത് പ്രൊസീഡ് എന്ന് പറഞ്ഞ് വെച്ചു എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാകുമ്പോൾ ആ മനുഷ്യൻ എന്തിനാണ് വിളിച്ചേ?
അപ്പോൾ മനുഷ്യന് കാര്യം കറക്റ്റ് കിട്ടിയില്ല, നിങ്ങളെ വിളിച്ചപ്പോൾ കറക്റ്റ് കിട്ടി, പിന്നെ അത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ട മനുഷ്യൻ വെച്ചു. അപ്പോൾ ഈ ബട്ടൺ വിഷയം ഞാൻ പറഞ്ഞല്ലോ, മമ്മൂക്കയിലേക്ക് എത്തിയ രീതിയും കൂടി നമ്മൾ നോക്കണ്ടേ. നിങ്ങളുടെ വേർഷൻ ആയിരിക്കില്ലല്ലോ മമ്മൂക്കയ്ക്ക് കിട്ടിയ വേർഷൻ, അതുകൊണ്ടാവില്ല മമ്മൂക്ക നിങ്ങളെ വിളിച്ചത്. അപ്പോൾ അവിടെയും ഒരു ക്ലാരിറ്റി ഇല്ലാതെ മമ്മൂക്കയുടെ പേരെടുത്തിട്ട് സാന്ദ്ര പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഫീലായി. മനസ്സിലായോ? ഇനി അടുത്തത്, ഇനി ഞാൻ പറയാനുള്ളത്, ഇതിലെ പ്രേക്ഷകർ ആയ നമ്മൾ, അതായത് ഞാനും നിങ്ങളും അടക്കമുള്ളവർ, ഈ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കി നമ്മൾ വ്യൂവർഷിപ്പ് ഇരുന്ന് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ എൻ്റെ പ്രശ്നം എന്തായാലും പറഞ്ഞാൽ കണക്റ്റ് ആവാത്ത ഒരു പ്രശ്നം. ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സാന്ദ്ര തോമസ് വരുന്നു, പറഞ്ഞിട്ട് പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം സാന്ദ്ര തോമസ് അവിടെ നിൽക്കുന്നു, അവിടെ ഭയങ്കര പൊരിഞ്ഞ കച്ചറ. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആലോചിച്ചു, എന്താ ഇത് പ്രശ്നം എന്ന് പറഞ്ഞത്? എന്നത് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ അഴിമതിയാണോ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണോ? എന്താ ഇവിടെ പ്രശ്നം? മനസ്സിലാവണില്ല. ഓക്കെ, പിന്നെ അതാണെങ്കിലും മമ്മൂക്കാൻ്റെ പേര്, മമ്മൂക്ക വിളിച്ചു, മമ്മൂക്കാൻ്റെ വിഷയം. അപ്പോൾ ഞാൻ അട്ടർലി കൺഫ്യൂസ്ഡ്. ഇത്രയും വലിയ സീൻ പിടിച്ച് നിൽക്കുമ്പോൾ മമ്മൂട്ടി വിളിച്ചിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മമ്മൂക്ക വിളിക്കും. മമ്മൂക്ക അപ്പം എന്തിനാണ് വിളിച്ചത്? മമ്മൂക്ക സിനിമ ഡ്രോപ്പ് ചെയ്തു. കൺവിൻസ് ചെയ്യാൻ വിളിച്ചപ്പോൾ കൺവിൻസ് ആവാത്തുള്ളൂ, അയാൾ മറ്റേ പ്രതികാരം വീട്ടി സിനിമയും ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇത് ഏത് സിനിമ? മമ്മൂക്കും സാന്ദ്ര തോമസും തമ്മിൽ ഇനി സാന്ദ്ര പ്രൊഡക്ഷൻസിൽ ഏത് പടമാണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത്? മനസ്സിലായോ? ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചത്. ഫൈൻ. എന്നാലും എനിക്ക് ഇതിലുള്ള ഒരു ക്ലാരിറ്റിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നമുക്ക് വേറെ ഇതേ റിലേറ്റഡ് ആയിട്ട് സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഇനി സംസാരിക്കാം.